ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മറച്ചുവെച്ച ഭാഗങ്ങൾ പുറത്തുവരാതിരിക്കാൻ വിവരാവകാശ കമ്മീഷനിലും നീക്കങ്ങൾ നടന്നതായി സൂചന. അപ്പീൽ പരിഗണിക്കുന്ന ബെഞ്ച് പുതിയ ഹർജിയെക്കുറിച്ച് അറിഞ്ഞത് ഏറെ വൈകിയാണ്. പുതിയ ഹർജി അപ്പീൽ പരിഗണിക്കുന്ന ബെഞ്ചിന് ആദ്യം നൽകാതിരുന്നതിലും ദുരൂഹതയുണ്ട്. കമ്മീഷനിലെ ഉന്നതനും സംശയനിഴലിലാണ്. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഈ ആദ്യഘട്ടത്തിൽ പുറത്തുവിടാതിരുന്ന 49 മുതൽ 53 വരെയുള്ള പേജുകളിലെ 11 ഖണ്ഡിക അത് ഒടുവിൽ പുറത്തുവിടുമെന്ന് പറയുന്നു. എന്നാൽ അവസാന നിമിഷം ഇങ്ങനെയൊരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് വേണ്ട എന്ന് വെക്കുന്നു. അപ്പോഴും എന്താണ് പരാതി, ആരാണ് പരാതി നൽകിയത് എന്നുള്ള കാര്യത്തിലൊക്കെ അവ്യക്തത തുടരുകയാണ്. അതിനിടയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിൽ തന്നെ ഇടപെടൽ നടന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ കമ്മീഷനകത്ത് ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരുമായതിന് ബന്ധമുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അമൃത, ശനിയാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു 11 ഖണ്ഡികകൾ സംബന്ധിച്ചുള്ള സുപ്രധാനമായ ഉത്തരവുണ്ടാകുമെന്ന് അപേക്ഷകരെ വിവരാവകാശ കമ്മീഷണർ അറിയിച്ചിരുന്നത്. എന്നാൽ 10:58 ആകുമ്പോഴേക്കും കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഒരു പുതിയ പരാതി അപ്പോൾ മാത്രമാണ് ഈ ഇതിന്റെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ പരിഗണിക്കുന്ന ഡോക്ടർ A. അബ്ദുൽ ഹക്കീമിന്റെ ബെഞ്ചിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ പരാതി അന്നുണ്ടായതല്ല. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിവരാവകാശ കമ്മീഷനിൽ എത്തുകയും അത് മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വിടുകയുമാണ് ചെയ്തത്. എന്തുകൊണ്ട് അങ്ങനെ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് പോയി എന്നതാണ് സുപ്രധാനമായ ചോദ്യം. ഒരു വിഷയത്തിൽ ഒരു ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കേസിലെ അപ്പീൽ മറ്റൊരു ബെഞ്ചിലേക്ക് പോയത് എങ്ങനെയെന്ന ചോദ്യത്തിനാണ് ദുരൂഹമായി തുടരുന്നത്. അതിനർത്ഥം സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ ഉന്നതർ തന്നെ അത്തരം ആസൂത്രിതമായ നീക്കങ്ങൾക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ 11 ഖണ്ഡികകൾ പുറത്തേക്ക് വരുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം എന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇതോടുകൂടി ഇനി ആ അപ്പീൽ കൂടി പരിഗണിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും ഇതിന് പിന്നിൽ കളിക്കുന്നവർക്ക് വീണ്ടും കോടതിയുടെ നിയമവ്യവഹാരങ്ങളിലൂടെ ഈ കേസിനെ കടത്തിക്കൊണ്ടുപോകാൻ വീണ്ടും കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വിവരാവകാശ കമ്മീഷനുള്ളിൽ തന്നെ ഇതിനകത്ത് ചില ഭിന്നമായ അഭിപ്രായങ്ങൾ നിലകൊള്ളുന്നുണ്ട്. അതായത് നേരത്തെ സർക്കാർ വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിലെ സ്വകാര്യതാ വിവരങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങൾ പുറത്തുവിടാനുള്ള ഉത്തരവിട്ടത് ഡോക്ടർ A. അബ്ദുൽ ഹക്കീമായിരുന്നു. അതുകൊണ്ട് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവാദിത്വം അവസാനിച്ചുവെന്നും ഇനി സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന അഭിപ്രായവും അവിടെ നിലകൊള്ളുന്നുണ്ട് ചില വിവരാവകാശ കമ്മീഷണർമാർ അടക്കമുള്ളവർക്ക് ഇടയിൽ. പക്ഷേ അതിനിടയിലായിരുന്നു ഹക്കീം ഇതിന്മേലുള്ള അപ്പീലുകൾ പരിഗണിച്ചും ആ 11 ഖണ്ഡികകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നിടത്തേക്കും പോയത്. അതിലൂടെ അത് പുറത്തു വരുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത്. അതിന് തടയിട്ടതാണ്. അത് വിവരാവകാശ കമ്മീഷനിലെ ഉന്നതർ അടക്കമുള്ളവരുടെ അറിവോടുകൂടി നടന്ന നാടകീയമായ നീക്കങ്ങളായിരുന്നു എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ആ പരാതി ലഭിച്ചിട്ട് ദിവസങ്ങളോളം അതൊരു മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വെച്ചത്. അവിടെയാണെങ്കിൽ ആ അപ്പീലിൽ മേൽ വാദം കേട്ടില്ല. ഏറ്റവും അവസാന നിമിഷം 11 ഖണ്ഡികളുടെ കാര്യത്തിൽ വിധി പറയുന്നതിന് തൊട്ടു മുമ്പ് 11 മണിക്ക് വിധി പറയണം. 11:55 കഴിയുമ്പോഴാണ് വിധി പറയേണ്ട വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീം ഓഫീസിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് അപ്പോൾ മാത്രമാണ് ആ ഫയൽ എത്തിച്ചേരുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് വിധി പറയുന്നത് തടയാനുള്ള ആസൂത്രിതമായ നീക്കം വിവരാവകാശ കമ്മീഷനുള്ളിലും നടന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ദുരൂഹമായി നിൽക്കുകയാണ് ആരാണ് പരാതിക്കാരൻ, പരാതിയിലെ യഥാർത്ഥ കണ്ടന്റിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുകയാണ്. അതിനാൽ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഓഫീസും ഈ കാര്യത്തിൽ സംശയത്തിന്റെ നിഴലിലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അമൃത. ശരി.